അങ്ങനെ നീണ്ട 2 മാസത്തെ സവാരി ഗിരിഗിരിക്ക് ശേഷം ആശാൻ പിന്നെ സ്കൂളിലേക്ക്. ഇവിടെ ഒരാശാനല്ല കേട്ടോ, 2 ആശാന്മാരുണ്ട്. ഒരാൾക്ക് 8-ാം തീയതി തുറക്കും. ഈ എണ്ണ തേക്കുന്ന സ്വഭാവം ഞങ്ങൾക്ക് 4 പേർക്കും ഇല്ല കേട്ടോ. ഞങ്ങൾക്കത് ശീലമേ ഇല്ല. ഇവന്മാർക്ക് 2 പേർക്കും എണ്ണ തേച്ച് കഴിഞ്ഞാൽ തുമ്മലും ചീറ്റലും ഒക്കെ ഉറപ്പാണ്. അതുകൊണ്ട് വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കും ഒക്കെ ചെറുതായിട്ടൊരു മയത്തിനിങ്ങനെ തേക്കും. ഇവന് പ്രത്യേകിച്ച് മുഖത്ത് തേക്കുന്നത് തീരെ ഇഷ്ടമല്ല. മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇറിറ്റേഷനാണെന്നാണ് പറയുന്നത്. 2 മാസം സത്യം പറഞ്ഞാൽ എന്തൊരു സുഖമായിരുന്നു. 8:30-ക്ക് എഴുന്നേൽക്കുക, 9-ന് എഴുന്നേൽക്കുക. ഇനിയിപ്പോൾ ലഞ്ച് കിറ്റ്, യൂണിഫോം, സോക്സ്, വാട്ടർ ബോട്ടിൽ, സ്നാക്സ് ബോക്സ്, അങ്ങനെ പഴയതുപോലെ. സ്റ്റാർട്ടിംഗ് ട്രബിൾ കുറച്ചുണ്ടായിരുന്നെങ്കിലും തലേന്നേ ചില പരിപാടികൾ ചെയ്തു വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ചെറുതായിട്ട് ഇന്നത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവരച്ച് വെക്കുക. പിന്നെ ഇന്നലെ ഞാൻ സാമ്പാർ വെച്ചപ്പോൾ ഒരു ബോട്ടിൽ സാമ്പാർ എടുത്ത് ഫ്രീസറിൽ വെച്ചു. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ. ഒരു 3 ദിവസമൊക്കെ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. എന്നാലും കുഞ്ഞിന് കൊടുത്തു വിടുന്നില്ലയോ, അപ്പം ഞാൻ വിചാരിച്ചു ഫ്രീസറിൽ വെക്കാമെന്ന്. അങ്ങനെ അതും എടുത്ത് ചൂടാക്കി. സിദ്ധു രാവിലെ എഴുന്നേക്കാൻ പൊതുവേ മടിയില്ലാത്ത ഒരാളായിട്ടോ. ഏത് സമയത്ത് വിളിച്ചാലും എഴുന്നേക്കും. 4 മണിക്കോ 5 മണിക്കോ ഏത് സമയത്തും സിദ്ധു എഴുന്നേക്കെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേക്കും. ഒരു മൂശേട്ടയോ ഓർക്കപ്പിച്ചയോ ഒന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് അവൻ്റെ പല്ല് തേപ്പും കുളിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ടൈ വരെ കെട്ടി റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ ഇളയ ആൾ അങ്ങനെയല്ല, അവനൊരു ഇച്ചിരി പാടാണ്. അവൻ രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി വരുന്ന വഴിക്ക് ആദ്യം സ്റ്റെപ്പിലൊന്ന് കിടക്കും, പിന്നെ നിലത്തൊന്ന് കിടക്കും, പിന്നെ സോഫയിൽ വന്നൊന്ന് കിടക്കും. അവനെ ഒരു ഇച്ചിരി പാട് വിട്ടാൽ മാത്രമേ രാവിലെ ശരിയാക്കാൻ പറ്റൂ. സിദ്ധുവിന് രാവിലത്തെ പലഹാരം തന്നെ ഉച്ചയ്ക്കായാലും മതി കേട്ടോ. അവനതാ ഇഷ്ടം. ചോറിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം രാവിലത്തെ ഇഡലിയോ സാമ്പാറോ പിന്നെ ഇടിയപ്പോ മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും ആകുന്ന ഇഷ്ടം. പക്ഷേ ഇളയാൾക്ക് അങ്ങനെയല്ല, അവന് ചോറാ കൂടുതലിഷ്ടം. അതുകൊണ്ട് ഇന്ന് തൽക്കാലം സിദ്ധു മാത്രമേ പോകുന്നുള്ളതുകൊണ്ട് ഞാൻ രാവിലത്തെ ദോശ തന്നെ കൊടുത്തു വിടുന്നേ. പിന്നെ ഇത് തലേ ദിവസം ഞാൻ വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. സാധാരണ ഒരു കലം നിറയെ വെള്ളം തിളപ്പിച്ച് പിറ്റേന്നലത്തേക്ക് ആറുമല്ലോ. ഇപ്പോൾ തൽക്കാലം അത് ചെയ്യാത്തത് കൊണ്ട് ഒരു കെറ്റിലിനകത്ത് 1 കെറ്റിൽ വെള്ളം ഞാൻ തലേന്നേ തിളപ്പിച്ച് വെച്ചു. അതാവുമ്പോൾ പിറ്റേന്ന് കുഞ്ഞിന് ആറി വെള്ളം കൊടുത്തു വിടാമല്ലോ. സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 10 മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം TV കാണുന്നത് ഇവൻ്റെ ഒരു ശീലം കേട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനതെ കുഞ്ഞ് പോകാനിറങ്ങി. 2 മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ബുദ്ധിമുട്ടില്ല, ചെറിയൊരു വൈക്ലപ്യം അത്രയേ ഉള്ളൂ. സ്കൂൾ ബസ്സുണ്ട്, പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അച്ഛൻ തന്നെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ കൊണ്ടുവിടുക കേട്ടോ. പിന്നെ ഇവൻ്റെ മുഖത്ത് കാണുന്നത് ചേട്ടൻ പോയതുകൊണ്ടുള്ള മനോവികാരമൊന്നും അല്ല കേട്ടോ. TV മൊത്തമായിട്ടും ചില്ലറയായിട്ടും കിട്ടിയതിൻ്റെ ആത്മനിർവൃതിയാണ്.